ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് കഥകൾ മുമ്പും വാർത്തയായിട്ടുണ്ട്. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഫാമിലിയും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നു എന്നതാണ് പുതിയ വാർത്ത. ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും ഉൾപ്പെടുന്ന സംഘം കോടികൾ തട്ടിയെടുത്തു എന്നതാണ് പരാതി. എറണാകുളം സ്വദേശിയും തൃശൂർ പോലീസ് ട്രെയിനിംഗ് അക്കാദമിയിലെ സിഐയുമായ സിബിനും ഭാര്യയും ചേർന്ന് ആലപ്പുഴ സ്വദേശിയായ യുവ സംരംഭകനിൽ നിന്ന് 1 കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തത്. ഷൈൻ നൽകിയ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തെങ്കിലും നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സർവീസിൽ തുടരുന്നുമുണ്ട്. ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭമുണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ആലപ്പുഴ സ്വദേശി ഷൈനിൽ നിന്ന് 1,10 ലക്ഷം രൂപയാണ് സിഐ സിബിനും സംഘവും തട്ടിയെടുത്തത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ വിവിധ കാലയളവിലായി സിബിന്റെയും ഭാര്യയുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയായിരുന്നു. സംഗീത്, ജോബി എന്നീ 2 പേർ ചേർന്നാണ് തൃശൂർ പോലീസ് ട്രെയിനിംഗ് അക്കാദമിയിലെ സിഐ ആയ സിബിനെ പരാതിക്കാരനായ ഷൈന് പരിചയപ്പെടുത്തി കൊടുത്തത്. സിനിമാ മേഖലയിലെ ഉൾപ്പെടെ നിരവധി പ്രമുഖർക്ക് ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതിന്റെ തെളിവുകളും അവർ ഷൈനെ കാണിച്ചു. അങ്ങനെയാണ് ആലപ്പുഴയിൽ ആയുർവേദ ആശുപത്രി നടത്തുന്ന ഈ യുവാവ് കെണിയിൽ വീണത്. അതിന്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ സിബിന്റെ അക്കൗണ്ടിലേക്കും ബാക്കി 1 കോടി രൂപ ഭാര്യ നയനയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. 15 ദിവസം കൂടുമ്പോൾ മുടക്കിയ തുകയ്ക്ക് തുല്യമായ പണം ലാഭം നൽകാം എന്നായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ ലാഭം ലഭിക്കുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്തില്ലെന്ന് പരാതിക്കാരൻ പറയുന്നു. ബിറ്റ്കോയിൻ ട്രേഡിംഗ് ആണ് അവരുടെ ബിസിനസ് എന്ന് എന്നോട് പറയുകയും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 15 ദിവസം കൂടുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് തരാമെന്ന് വാഗ്ദാനങ്ങളും കുറേ ഡോക്യുമെന്റുകളൊക്കെ അവരെന്നെ കാണിച്ചു, മറ്റു പലർക്കും ചെയ്തു കൊടുത്തായിട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് സംസാരിക്കുകയും നിരവധി തവണ അവരെന്നെ വന്ന് കണ്ടു. ആദ്യമൊക്കെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചു. പിന്നീട് അവർ കൂടുതൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും എമൗണ്ട് ലാഭം കിട്ടും, വലിയൊരു ലാഭം കിട്ടും, 6 മാസക്കാലം തുടർച്ചയായി ബിസിനസ് ചെയ്യാം, അതിലൂടെ നിങ്ങൾക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഡൽഹിയിലുള്ള ഒരു VIP-യുടെ കുറച്ച് പണം വാങ്ങി, 1,10 ലക്ഷം രൂപ വാങ്ങി. 10 ലക്ഷം രൂപ സിബിൻ സാറിൻ്റെ അക്കൗണ്ടിലേക്കും ബാക്കി വരുന്ന അദ്ദേഹത്തിൻ്റെ വൈഫായ നയനയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ടോട്ടൽ 1,10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവർ പറഞ്ഞ പോലെ വാക്കുകൾ പാലിക്കുകയൊന്നും ചെയ്തില്ല. 15 ദിവസം കൂടുമ്പോൾ പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ പ്രോഫിറ്റ് അവർ തന്നില്ല. ഇതോടെ ഷൈൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും അസിസ്റ്റന്റ് കമ്മീഷണർക്കും പരാതി നൽകി. എന്നാൽ തുടർ നടപടി ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. പിന്നാലെ ബഡ്സ് ആക്ട് ഉൾപ്പെടുത്തി കേസെടുക്കാൻ എളമക്കര പോലീസിന് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. സിഐ സിബിനും ഭാര്യ നയനയും ഉൾപ്പെടെ 4 പേരാണ് കേസിലെ പ്രതികൾ. പക്ഷെ കേസെടുത്തെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും സിഐ സിബിനെയോ ഭാര്യയോ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല. കോടതി ഉത്തരവ് വന്നിട്ടും 1 മാസക്കാലമായിട്ടും ഒരു FIR ഇടുകയോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഡ്വക്കേറ്റ് ഗ്രൂപ്പ് വീണ്ടും കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് നേരത്തെ ഇരുന്ന പോലീസ് ഓഫീസർ CA റാങ്കിലുള്ള ഓഫീസർ മാറുകയും പുതിയ പോലീസ് CI ചാർജ് എടുക്കുകയും ചെയ്തു. അപ്പോൾ അറിഞ്ഞത് അവർ FIR ഇട്ടു, എന്നാൽ ഇതിനകത്ത് ബഡ്സ് ആക്ട് ഉൾപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞിരുന്നു. അത് ഒഴിവാക്കിയായിരുന്നു അവർ FIR ഇട്ടത്. വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ അവർക്ക് വേണ്ടി തെറ്റ് പറ്റിയതാണ്, വീണ്ടും അഡീഷണൽ FIR ഇടാമെന്ന് പറഞ്ഞ് വീണ്ടും ബഡ്സ് ആക്ട് പ്രകാരം ഒരു FIR ഇട്ട് അവർ കോടതിയെ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഇവരെ വിളിപ്പിക്കുകയോ അവരെ അന്വേഷിക്കുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. തുടർന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും ഷൈൻ പരാതി നൽകിയതോടെ കേസ് ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് വിവരശേഖരണം ആരംഭിച്ചെങ്കിലും മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. മാത്രമല്ല ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സർവീസിൽ തുടരുന്നുമുണ്ട്. സമാനമായ രീതിയിൽ കൂടുതൽ പേർ ഇവരുടെ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി. ടോം കുര്യാക്കോസ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ടോം, ഈ ക്രിപ്റ്റോ കറൻസിയുടെ പേരിലുള്ള തട്ടിപ്പ് മുമ്പും ആരോപണം വരുന്നു. പക്ഷേ ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിൽ പങ്കാളിയായി എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ സർവീസിൽ തുടരുകയും ചെയ്യുന്നു. പരാതിയിൽ നടപടി ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഇതിൽ എന്തെങ്കിലും തരത്തിൽ പോലീസ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ആ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ടോ? കാരണം ഒരു CI തന്നെയാണ് ആരോപണ വിധേയനാവുന്നത്.
സജിത്, അത് തന്നെയാണ്. കാരണം നമ്മൾ ഇതുപോലെ ഈ ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളിൽ പണം നിക്ഷേപിക്കാം, അതിലൂടെ ലക്ഷങ്ങൾ ലാഭം കൊയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ, തട്ടിപ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സമീപകാലത്ത് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കേസിന്റെ പ്രത്യേകത ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയുമാണ് ഈ തട്ടിപ്പിലെ പ്രധാനികൾ എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് കഴിഞ്ഞ 2023 ഒക്ടോബർ മുതൽ വിവിധ കാലയളവിലായിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനായ തൃശൂർ പോലീസ് ട്രെയിനിങ് അക്കാദമിയിലെ CI ആയ സിബിനും ഭാര്യയും ഉൾപ്പെടുന്ന സംഘം, 4 അംഗ സംഘം ഈ ആലപ്പുഴ സ്വദേശി, ആലപ്പുഴയിൽ ഒരു ആയുർവേദ ആശുപത്രി നടത്തുന്ന ഈ ഷൈനിൽ നിന്നും 1,10,00,000 രൂപ തട്ടിയെടുക്കുന്നത്. ആദ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥർ സിബിന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ നൽകുന്നു. ബാക്കി 1 കോടി രൂപ ഭാര്യ നയന പ്രസാദിന്റെ അക്കൗണ്ടിലേക്കാണ് കൈമാറുന്നത്. ഇതേ തുടർന്ന് ഈ മാസങ്ങളോളം കാത്തിരുന്നതിന്റെ അതായത് പണം നിക്ഷേപിച്ച് 15 ദിവസം മുതൽ ഇതിന്റെ ലാഭം കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 15 ദിവസം കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ്, മാസങ്ങൾ പിന്നിട്ടു, പക്ഷെ ലാഭമുണ്ടായില്ല. പിന്നീട് തനിക്ക് നഷ്ടപ്പെട്ട ഈ പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ട് ഷൈൻ പലതവണ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ നയനയെ ബന്ധപ്പെട്ടു, പക്ഷേ പണം തിരികെ നൽകിയില്ല. അതേ തുടർന്നാണ് ഈ എറണാകുളം സ്വദേശികളാണ് ഈ സിബിനും ഭാര്യ നയനയും അവർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകുന്നത്. പക്ഷെ പരാതി നൽകിയെങ്കിലും എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. അതേ തുടർന്ന് പിന്നീട് ഈ പരാതിക്കാരനായ ഷൈൻ കോടതിയെ സമീപിക്കുന്നു. കോടതി ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നു. പിന്നീട് എളമക്കര പോലീസിന് നിർദ്ദേശം നൽകുന്നത് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ. പക്ഷെ എളമക്കര പോലീസിൽ പരാതി നൽകിയെങ്കിലും ഈ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തെങ്കിലും പക്ഷേ ഗുരുതരമായ വകുപ്പുകൾ ബഡ്സ് ആക്ട് ചുമത്തിയിരുന്നില്ല. ഈ ബഡ്സ് ആക്ട് ചുമത്തണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും ഷൈൻ കോടതിയെ സമീപിച്ചു. അങ്ങനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം എളമക്കര പോലീസ് ബഡ്സ് ആക്ട് ചുമത്തി, അതായത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഇവർക്കെതിരെ കേസെടുത്തിട്ടും മാസങ്ങൾ കഴിഞ്ഞു. ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായില്ല. അറസ്റ്റോ ചോദ്യം ചെയ്യലോ പോലും ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം പരാതിക്കാരനായ ഷൈൻ മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ പരാതി നൽകുകയും ഇപ്പോൾ ആ കേസ് ക്രൈംബ്രാഞ്ചിന്റെ പരിധിയിലാണ്. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ 2 മാസമായി ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ട് ഇതുവരെയും ഇവരെ ചോദ്യം ചെയ്യാനോ മറ്റു നടപടികളിലേക്കോ ക്രൈംബ്രാഞ്ച് കടന്നിട്ടില്ല. ക്രൈംബ്രാഞ്ച് നൽകിയ വിശദീകരണം ഇതാണ്: ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, പ്രഥമ വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്, പക്ഷെ മറ്റു നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ചില കാലതാമസം ഉണ്ടാകുമെന്നാണ് ഈ ക്രൈംബ്രാഞ്ച് ഷൈന് നൽകിയ വിശദീകരണം. ഇതേ തുടർന്നാണ് ഈ ഷൈൻ ന്യൂസ് 8നെ സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ട് നമ്മൾ ന്യൂസ് 8 തെളിവുകൾ സഹിതം, അതായത് FIRന്റെ പകർപ്പ് ഈ ഷൈൻ നൽകിയിട്ടുള്ള പണം നൽകിയത് അക്കൗണ്ട് വഴി തന്നെയാണ്, അതിന്റെ പകർപ്പുകൾ അടക്കം പുറത്തുവിട്ടിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൃശൂർ പോലീസ് ട്രെയിനിങ് അക്കാദമി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇത് ഒരുപക്ഷെ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ചില സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ടോം, ഒരു കാര്യം കൂടി, ഈ സിബിനോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലോ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടുണ്ടോ ഈ ഷൈൻ ഉന്നയിക്കുന്ന പരാതി സംബന്ധിച്ച്? ഇല്ല, കാരണം ഇതുവരെയും നമ്മൾ ഈ സിബിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഷൈന് ഇന്ന് രാവിലെ പരാതിക്കാരനായ ഷൈന് സിബിന്റെ ഭാര്യ നയനയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് ഞങ്ങൾ പണം തരാൻ തയ്യാറായിരുന്നല്ലോ, എന്തിനാണ് ഇങ്ങനെ മാധ്യമങ്ങളെ സമീപിച്ചത് എന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് വന്നത്. ഇതിനു മുൻപ്, അതായത് ഈ ഷൈൻ തന്നെ പറയുന്നുണ്ട്, പല തവണകളായി പണം ഇന്ന് തരാം നാളെ തരാം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇതുവരെയും 1 രൂപ പോലും നൽകിയില്ല. പിന്നീട് മറ്റു പല ആളുകളും വഴി സെറ്റിൽമെന്റിന് ശ്രമിച്ചിരുന്നു. കേസ് പിൻവലിച്ചാൽ, പരാതി പിൻവലിച്ചു കഴിഞ്ഞാൽ പണം നൽകാം, ഈ കേസ് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് പല വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടും യാതൊരു നടപടിയും 1 രൂപ പോലും ഇവർക്ക് തിരികെ കിട്ടാൻ ഈ പരാതിക്കാരനായ ഷൈൻ വീണ്ടും നിയമ നടപടിയുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം, ഇത്രയും ഗുരുതരമായിട്ടുള്ള 1,10,00,000 രൂപ തട്ടിയെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർവീസിൽ തുടരുന്നു. അതും ഒരു CI ആണ്, ഉന്നത ഉദ്യോഗസ്ഥനാണ്, ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറെ ഗൗരവമുള്ള വിഷയം. ഈ വിഷയത്തില് പോലീസ് ഉന്നതർ തന്നെ ഈ വിഷയത്തിന് ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. അതായത് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഷൈൻ ഇപ്പോൾ നിയമപോരാട്ടം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയരുന്നത്. മാത്രമല്ല, ക്രിപ്റ്റോ കറൻസി നടത്തിയ ഉദ്യോഗസ്ഥൻ അദ്ദേഹം പോലീസിൽ ഒരു CA റാങ്കിലുള്ള ആളാണ് എന്ന് മാത്രമല്ല, സർവീസിൽ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. പരാതിയിൽ നടപടി ഉണ്ടാവുകയും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഗുരുതരമായ ആക്ഷേപമാണ്
ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. നടപടി ഉണ്ടാവണം. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി നീക്കം നടക്കുന്നു എന്നതാണ് ടോം സൂചിപ്പിക്കുന്നത് പോലെ അത്ര നീക്കമാണ് ഉണ്ടാവുന്നത്. എന്തായാലും ക്രിപ്റ്റോ കറൻസി അടക്കമുള്ള ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പല പ്രമുഖരും ഈ പിടിയിൽ വീണു പോയിട്ടുമുണ്ട്. ചില പ്രമുഖ അഭിഭാഷകർ പോലും ഇത്തരം തട്ടിപ്പുകൾ വീണു പോയിട്ടുണ്ട്. പക്ഷേ ഇതിന് മുന്നിൽ ഈ തട്ടിപ്പ് നീക്കങ്ങൾക്ക് പിന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ CA റാങ്കിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെയുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന സാഹചര്യം. അതാണ് ഈ തട്ടിപ്പിന് പിന്നിലെ കഥകൾ. തിരുവനന്തപുരം ജനറൽ